രാജയോഗം ഉണ്ടായാലും അനുഭവിക്കാൻ യോഗമുണ്ടാകില്ല. ഗ്രഹങ്ങളെ പിണക്കുന്ന ചെയ്തികൾ. എനിക്ക് മാത്രം എന്താണ് നല്ല കാലം വരാത്തതെന്നും രാജയോഗം ഉണ്ടായിട്ടും അതിൻ്റെ ഗുണങ്ങൾ ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്നും ചിലർക്ക് നിരാശ തോന്നാറുണ്ട്. അതിന് വ്യക്തമായ കാരണങ്ങൾ ഉണ്ടെന്ന് ജ്യോതിഷം പറയുന്നു. ബന്ധങ്ങൾ മുതൽ ആത്മീയ കാര്യങ്ങൾ വരെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെ സ്വാധീനിക്കാൻ ഗ്രഹങ്ങൾക്ക് സാധിക്കും. ഓരോ ഗ്രഹങ്ങളുടെയും നല്ലതും ചീത്തയുമായ ഫലങ്ങൾ എല്ലാ ആളുകളിലും അനുഭവപ്പെടുകയും ചെയ്യും. എന്നിരുന്നാലും നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ചില സ്വഭാവങ്ങളും ശീലങ്ങളും ഗ്രഹങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിലുള്ള സ്വാധീനം ശക്തിപ്പെടുത്തുകയും ദുർബലപ്പെടുത്തുകയും ചെയ്തേക്കാം. തൽഫലമായി എത്ര വലിയ രാജയോഗമുണ്ടെന്ന് പറഞ്ഞാലും അതിൻ്റെ ഫലം ലഭിക്കാതെ പോകും. ചിലപ്പോൾ എത്ര മോശ സമയമുണ്ടെങ്കിലും അതിൻ്റെ ദുരന്തങ്ങൾ വരാതെ പോവുകയും ചെയ്യുന്നു. പുതുവർഷം മുന്നിലുള്ള ഈ കാലയളവിൽ നമ്മുടെ ഏതെല്ലാം സ്വഭാവങ്ങളും ശീലങ്ങളും ഗ്രഹസ്വാധീനം ശക്തിപ്പെടുത്തുകയെന്നും ദുർബലപ്പെടുത്തുമെന്നും അറിയുന്നത് അവയുടെ ഗുണഫലങ്ങൾ ഇരട്ടിയാക്കാനും ദോഷഫലങ്ങൾ കുറയ്ക്കാനും സഹായിക്കുന്നു. സൂര്യൻ. ആത്മവിശ്വാസം, സജീവത, നേതൃത്വം എന്നിവയുടെ കാരകനാണ് സൂര്യൻ. പക്ഷേ അഹങ്കാരം, പുച്ഛം, ധാർഷ്ട്യം, ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കാതിരിക്കൽ എന്നിവയെല്ലാം സൂര്യൻ നൽകുന്ന സൽഫലങ്ങളെ ദുർബലപ്പെടുത്തും. മറ്റുള്ളവരെ ഭരിക്കുന്നതും അംഗീകരിക്കാതിരിക്കുന്നതിലും അവരുടെ ഉപകാരങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്നതുമായ സ്വഭാവം ഉപേക്ഷിക്കുക. വിനയവും എളിമയും ശീലിക്കുക. മറ്റുള്ളവരുടെ സഹായങ്ങൾ തിരിച്ചറിഞ്ഞ് നന്ദി പ്രകടിപ്പിക്കുക. ഇതിലൂടെ സൂര്യൻ്റെ സ്വാധീനം ശക്തിപ്പെടുത്താവുന്നതാണ്. ചന്ദ്രൻ. വികാരങ്ങളെയും ഉൾവിളികളെയും മനസ്സമാധാനത്തോട് നിയന്ത്രിക്കുന്ന ഗ്രഹമാണ് ചന്ദ്രൻ. സ്വന്തം വികാരങ്ങളെയും ഉൾവിളികളെയും കണ്ടില്ലെന്ന് നടിക്കുന്നതും ബന്ധങ്ങൾക്ക് മതിയായ വില നൽകാതിരിക്കുന്നതും ജീവിതത്തിലെ ചന്ദ്രൻ്റെ സ്വാധീനം കുറയ്ക്കുന്നു. വിശ്രമിക്കാതെ അമിതമായി ജോലി ചെയ്യുന്നതും വികാരങ്ങളെ അടിച്ചമർത്തുന്നതും ജീവിതത്തിൽ താളപ്പിഴകൾ വരുത്തി വച്ചേക്കാം. സ്വന്തം കാര്യങ്ങൾക്കും സ്വന്തം ആവശ്യങ്ങൾക്കും നിർവഹിക്കുന്നതിലും സമയം നൽകുക. പ്രിയപ്പെട്ടവരുമായുള്ള ബന്ധം ദൃഢമാക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. ഇതിലൂടെ ചന്ദ്രൻ്റെ അനുഗ്രഹം നേടാവുന്നതാണ്. ചൊവ്വ. അഭിലാഷങ്ങൾ, ഊർജം, ധൈര്യം എന്നിവയുടെ കാരകനാണ് ചൊവ്വ. പക്ഷേ ദേഷ്യം, അക്ഷമ, തിടുക്കം എന്നീ സ്വഭാവങ്ങൾ ചൊവ്വയുടെ നല്ല ഗുണങ്ങൾ ഇല്ലാതാക്കും. ശ്രദ്ധയില്ലാതെ കാര്യങ്ങൾ ചെയ്യുന്നതും മറ്റുള്ളവർക്കോ അതോ സ്വയം തന്നെയോ ദോഷം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നതും ചൊവ്വയുടെ പോസിറ്റീവ് ഗുണങ്ങളെ ഹനിക്കും. ശാരീരികമായ ക്ഷമത ഉപയോഗപ്പെടുത്തൽ, അച്ചടക്കത്തോടെയുള്ള പ്രവൃത്തികൾ, നിശ്ചയദാർഢ്യം, ആശയവിനിമയം എന്നിവയുടെ ചൊവ്വയുടെ ഊർജ്ജത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ബുധൻ. ആശയവിനിമയം, ബുദ്ധിസാമർഥ്യം, കണക്കുകൾ കൈകാര്യം ചെയ്യൽ എന്നിവയുമായി ബന്ധപ്പെട്ട ഗ്രഹമാണ് ബുധൻ. പക്ഷേ പരദൂഷണം, നുണപറച്ചിൽ, ചിന്തകൾ കൃത്യമായി അപഗ്രഹിക്കാതിരിക്കൽ എന്നിവയെല്ലാം ജീവിതത്തിൽ ബുധൻ നൽകുന്ന ഊർജ്ജത്തിന് വിഘാതമാകും. പഠിക്കാനുള്ള അവസരങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്നതും ബുധനെ ചൊടിപ്പിക്കും. സത്യസന്ധത ശീലിക്കുകയും കൂടുതൽ അറിവ് നേടിയെടുക്കുന്നതും ഫലപ്രദമായ ആശയവിനിമയത്തിന് ശ്രദ്ധ നൽകിയും ജീവിതത്തിൽ ചൊവ്വയ്ക്കുള്ള സ്വാധീനം ഇരട്ടിപ്പിച്ചേക്കാം. വ്യാഴം. വിവേകം, സമൃദ്ധി, ആത്മീയത എന്നിവയുടെ കാരകനാണ് വ്യാഴം. പക്ഷേ അത്യാഗ്രഹം, ധൂർത്ത്, ഭൗതിക വസ്തുക്കളോടും സുഖങ്ങളോടുമുള്ള അമിതമായ ആസക്തി, ധനമോ സമ്പത്തോ മറ്റ് സുഖസൗകര്യങ്ങളോ മറ്റുള്ളവരുമായി പങ്കിടാനുള്ള ബുദ്ധിമുട്ട് എന്നിവ വ്യാഴത്തിൻ്റെ അനുഗ്രഹത്തിന് തടസ്സമാകുന്ന സ്വഭാവങ്ങളാണ്. കുറുക്കുവഴികൾ ഉപേക്ഷിക്കുക, ആത്മീയ കാര്യങ്ങൾ അവഗണിക്കാതിരിക്കുക, കരുണ ശീലിക്കുക എന്നിവയുടെ വ്യാഴത്തിൻ്റെ ശക്തി വീണ്ടെടുക്കാവുന്നതാണ്. ശുക്രൻ. പ്രണയം, സൗന്ദര്യം, ഐക്യം എന്നിവയുടെ കാരകനാണ് ശുക്രൻ. സന്തോഷങ്ങളിൽ അമിതമായി ആനന്ദിക്കുന്നത്, ബന്ധങ്ങളെ അവഗണിക്കുന്നത് തുടങ്ങിയ ശീലങ്ങളെല്ലാം ശുക്രനെ ദുർബലപ്പെടുത്തും. കാലശേഷി ഉപയോഗപ്പെടുത്താതിരിക്കൽ, ഭാവന ഉപയോഗപ്പെടുത്താതിരിക്കൽ എന്നിവ ശുക്രൻ്റെ അനുഗ്രഹം കുറയ്ക്കും. എല്ലാ തരത്തിലുമുള്ള സൗന്ദര്യത്തെ ആഘോഷിക്കുക, സ്നേഹബന്ധത്തിനും സൗഹൃദത്തിനും കൂടുതൽ സമയം മാറ്റിവെക്കുക തുടങ്ങിയ പ്രവൃത്തികളിലൂടെ ശുക്രൻ്റെ അനുഗ്രഹവും നമുക്ക് നേടാവുന്നതാണ്. ശനി. അച്ചടക്കത്തിൻ്റെയും കർമ്മത്തിൻ്റെയും ഗ്രഹമാണ് ശനി. പക്ഷേ ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ച വരുത്തുമ്പോഴും അലസതയുണ്ടാക്കുമ്പോഴും ശനിയുടെ ശുഭഫലങ്ങൾ ലഭിക്കാതെ വരും. വെല്ലുവിളികളിൽ പരാതിപ്പെടുകയും തെറ്റുകളിൽ നിന്ന് പാഠം പഠിക്കാതിരിക്കുകയും ചെയ്യുന്നതായ ശനിയെ പിണക്കുന്ന സ്വഭാവങ്ങളാണ്. കഠിനാധ്വാനം, ക്ഷമ, സ്ഥിരോത്സാഹം തുടങ്ങിയ ശീലങ്ങൾ ശനിയുടെ ഗുണങ്ങൾ ഇരട്ടിപ്പിച്ചു തരും. രാഹു. ആഗ്രഹങ്ങൾ, വിഭ്രമങ്ങൾ എന്നിവയുടെ കാരണഭൂതനാണ് രാഹു. കാര്യങ്ങൾ വളച്ചൊടിക്കൽ, ആസക്തി, ദുരുദ്ദേശത്തോടുള്ള പ്രവൃത്തികൾ എന്നിവ രാഹുവിൻ്റെ ദോഷം ക്ഷണിച്ചു വരുത്തുന്നു. ഭൗതിക സുഖങ്ങളിൽ അമിതമായി അഭിരമിക്കുന്നതും ദീർഘകാല ലക്ഷ്യങ്ങളെ
വകവയ്ക്കാതെ പ്രവർത്തിക്കുന്നതും രാഹുവിനെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഇരട്ടിപ്പിക്കുന്നതാണ്. രാഹുവിൻ്റെ അനുഗ്രഹം നേടാൻ സൽസ്വഭാവം പരിശീലിക്കുക. കേതു